ഒരു മിനിറ്റ് വന്നേ. എന്താടാ കുഴപ്പമായി. എന്താ മഴ പെയ്തപ്പോ കൊളായില്ലേ? അത് എന്നെ കുഴപ്പം. മഴ തോരും വരെ പച്ചക്കറിയും പലചരക്കും വാങ്ങാൻ ആരും ചാലാ കമ്പോളത്തിൽ വരേണ്ട. ഇതുപോലെ വാരിക്കുഴിയിൽ വീണേക്കാം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇന്നലെ രാത്രി ഇന്നുണ്ട്. ഇന്നിപ്പോൾ ഒരാൾ വീണിട്ടുണ്ട്. നമ്മള് ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം കമ്പികളാണ്. അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. എന്താ ഒരു സ്ഥിതി എന്താ ഇവിടെ? ഇവിടെ ഇപ്പോൾ ഒരു സ്ഥിതി കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. ഒരു കുഴപ്പമില്ല. വെള്ളത്തിന് മഴ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതല്ലോ, കാലാവസ്ഥ നിരീക്ഷണം തീവ്ര മഴ ഉണ്ടാവും. അതിന്റെ ഒരു മഴയുണ്ട്. ഈ റോഡിൽ ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇതെന്താ ഇങ്ങനെ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഓടയാണത്, വെള്ളം കയറി കിടക്കണല്ല, ഓട കെട്ടാൻ വേണ്ടിയാണ്. ഏതാ ഓട? ഇത് ഓടയാണ്. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ഈ കടകളിലോട്ട് വെള്ളം കയറുന്നത് ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാത്തതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. താങ്കൾ ചോദിച്ചതിന് മറുപടി പറയണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിപ്പോ ഓടയാണ്. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിന്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. മഴ തോരുമ്പോ അത് മാറും, ഓട കെട്ടും. നീ ആള് കൊള്ളാമല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണം എന്നല്ല, അടിമക്കണ്ണം എന്നാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാത്രം എനിക്ക് പരിഹരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട്. പരിഹരിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? നമ്മളെയാണല്ലോ മച്ചമ്പി പരിഹരിക്കേണ്ടത്. അത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതല്ലോ. ഇവിടുത്തെ സ്ഥിതി മഴ പെയ്തോട്ട് മാത്രമാണ്. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. എണീറ്റ് വരണ്ടേയിരുന്നു. ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തുകൊണ്ടാണ്. ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ മഴ പെയ്തുകൊണ്ടാണ്. പണിയിടക്കല്ലേ? ആ പണി ഇന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് തീരുമെന്ന് പറഞ്ഞ പണിയാണ്. ആ പണി ഇങ്ങനെ ഈ മാസം 31-ാം തീയതി പണി തീർത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 24-ാം തീയതി തീരുമെന്ന്, അതായത് മാർച്ച് 24-ന് തീരുമെന്ന് ആദ്യം മേയർ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഏപ്രിലിൽ തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. ആ പണി തീർന്നിട്ടില്ല. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. യവന്മാരുടെ ഇതുപോലൊരു നാറിയ ഭരണം. ഇതേപോലെ വലിയ കിടങ്ങുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് സുരക്ഷാ സംവിധാനമുണ്ട്? അതുകൂടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള ആളുകൾക്ക് എത്രയും അറിയാം. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ഇവിടെയുള്ള ആളുകൾ മാത്രമാണോ തിരുവനന്തപുരത്ത് ഇതിലെ യാത്ര ചെയ്യുന്നത്? അല്ല, എല്ലാവരും കൂടെ ഓടയിൽ കൂടെ ആരും യാത്ര ചെയ്യാറില്ലല്ലോ. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകണ്ട, വേറെ കട ഉണ്ടല്ലോ. വെറുക്കപ്പെട്ടവനെ, നികൃഷ്ടജീവി, നീ വാ പൊളിക്കരുത് പ്ലീസ്. ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ. ഈ നഗരസഭയുടെ അധികൃതർ ന്യായീകരിക്കുന്ന പോലെ ചില ആളുകളൊക്കെ തന്നെ വന്ന് ന്യായീകരിക്കുന്നുണ്ട്. അവരുടെ ന്യായീകരണം കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ശരിയാണ് വരുന്നത്. ഞാനും വന്ന് ഇന്നലെ വന്ന് വീഴുന്നു ആ കരിമടത്തിന്റെ അവിടെ. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടത്. മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളത്തിലൂടെ നടക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. കച്ചവടം ഒന്നും ഒട്ടുമില്ല. മഴ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കം. മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ നെതർലൻഡ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന റൂം ഫോർ റിവർ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആണ് ഇവിടുത്തെ കാഴ്ച. കാരണം എല്ലാ കടകളിലും റിവർ എത്തിയ ഒരു സ്ഥിതിയാണുള്ളത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ശുഭദിനം. നമ്മൾ ഇനി കാണും. ഈ കടം വീട്ടും. അടുത്ത കേറി പാടാ.